ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്, പാർട്ടിക്കിൾ ഫിസിക്സ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സാണ് പഠിച്ചത്. അപ്പോൾ കുറേ കാലത്തിന് ഫിസിക്സിൽ നമ്മൾ വിചാരിച്ചിരുന്നത് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഒക്കെയാണ് ബിൽഡിംഗ് ബ്ലോക്സ് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്ക് പിന്നെ നമ്മൾ ഫോട്ടോൺസിൻ്റെ ഇൻവെൻഷനോട് കൂടിയിട്ട് നമുക്ക് 4 പാർട്ടിക്കിളായി എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. സോ നമ്മൾ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഒരുപാട് എലിമെൻ്ററി പാർട്ടിക്കിൾസ് അപ്പോഴാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ എലിമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഇതിൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. കാരണം അത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ടെക്സ്റ്റിൻ്റെ ഫസ്റ്റിലെ കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മളിതൊക്കെ ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു. എന്നാലും നിങ്ങളതൊന്ന് വായിച്ചു നോക്കാം. അടുത്തായിട്ട് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ആദ്യം ഫെർമിയോൺസ് ആയിട്ട് ബോസോൺസ് ആയിട്ടാണ് നമ്മളിതിനെ ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഫെർമിയോൺസ് നോക്കാം. നമ്മൾ പാർട്ടിക്കിളിൻ്റെ സ്പിൻ അനുസരിച്ചിട്ടാണ് ഫെർമിയോൺസ്, ബോസോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫെർമിയോൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിളാണ്. ഈ ഫെർമിയോൺസിനെ നമ്മൾ വീണ്ടും 2 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലെപ്റ്റോൺസും ബാരിയോൺസും. ഓക്കെ, ഇവരുടെ ഇൻട്രാക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവരുടെ ലെപ്റ്റോൺസും ബാരിയോൺസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യം നമ്മൾ ഓരോന്നായിട്ട് പറയാം. ലെപ്റ്റോൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക്ലി ഇൻട്രാക്റ്റിംഗ് ഫെർമിയോൺസ് ആണ്. ഇവരുടെ സ്പിൻ ഹാഫ് എച്ച് കട്ടാണ്. ഈ പാർട്ടിക്കിൾസ് വീക്ക് ഇൻട്രാക്ഷൻസിനും അതേപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻസിലാണ് ടേക്ക് പാർട്ട് ചെയ്യുക. പിന്നെ ഇവരിൽ ഈ ഒരു ഫാമിലിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 6 മെമ്പേഴ്സാണുള്ളത്. ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ന്യൂട്രിനോ, മിയോൺ ന്യൂട്രിനോ, ടോ ന്യൂട്രിനോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ന്യൂട്രിനോകളെ എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ നെക്സ്റ്റ് ന്യൂട്രിനോസും ആൻറ്റി ന്യൂട്രിനോസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് കഴിഞ്ഞ് നമ്മൾ മിയോൺ എഴുതുന്നത് പഠിക്കണം, ടോ എഴുതുന്നത് പഠിക്കണം. ഈ ലെറ്റേഴ്സൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും, പക്ഷേ ആ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ നന്നായി പഠിക്കണം. ഓക്കെ, ഇനി ഇവരുടെ ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഇവരുടെ ഈ 6 പേരുടെയും ജസ്റ്റ് ആൻറ്റി പാർട്ടിക്കിൾസാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ ആണെങ്കിൽ പോസിട്രോൺ, ഇലക്ട്രോൺ ന്യൂട്രിനോടേതാണെങ്കിൽ ആൻറ്റി ഇലക്ട്രോൺ ന്യൂട്രിനോ, അങ്ങനെ എല്ലാത്തിനും ആൻറ്റി ആഡ് ചെയ്തിട്ട് വേണം പറയാൻ. ആൻറ്റി മിയോൺ ന്യൂട്രിനോ, ആൻറ്റി ടോ ആൻഡ് ആൻറ്റി ടോ ന്യൂട്രിനോ. ഓക്കെ, ഇനി ഇവരുടെ ചാർജുകളും മാസുകളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ ലെപ്റ്റോണിൻ്റെ ടേബിളാണിത്. ഇതും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം. ഇനി അടുത്തത് വരുന്നത് ന്യൂട്രിനോസും ആൻറ്റി ന്യൂട്രിനോസും ആണ്. അപ്പോൾ ഇതിൽ ന്യൂട്രിനോസും ആൻറ്റി ന്യൂട്രിനോസും വരുമ്പോൾ നമ്മൾ ഈ ലെപ്റ്റോണിൽ ഇപ്പോൾ 6 ആൾ പഠിച്ചതിൽ 3 ആൾ ന്യൂട്രിനോസും ആൻറ്റി ന്യൂട്രിനോസും ഉണ്ട്. അപ്പോൾ ഇവരും എലിമെൻ്ററി പാർട്ടിക്കിൾസ് ആണ്. ഇതിൽ ലെപ്റ്റോൺസിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട് 6 എണ്ണം ഏതൊക്കെയാണ് ന്യൂട്രിനോസും അതിൻ്റെ കറസ്പോണ്ടിങ് ആൻറ്റി ന്യൂട്രിനോസും വരുന്നത്. ഈ ന്യൂട്രിനോസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ന്യൂട്രിനോയും മിയോൺ ന്യൂട്രിനോയും മാസ്ലെസ് ആണ്. ടോ ന്യൂട്രിനോക്ക് 320 MeV ആണ് മാസ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്പിന്നാണ്. ഇതിൽ ന്യൂട്രിനോൻ്റെ സ്പിൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസും അതേപോലെ തന്നെ ആൻറ്റി ന്യൂട്രിനോൻ്റെ സ്പിന്ന് ക്ലോക്ക് വൈസുമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഹാൻഡഡ് റൂൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ന്യൂട്രിനോ മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് സ്ക്രൂ പോകുന്ന പോലെയും ആൻറ്റി ന്യൂട്രിനോ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ നമ്മളൊരു മിറർ വെക്കുകയാണെങ്കിൽ ഈ ഹാൻഡഡ്നെസ് എന്ന് പറയുന്നത് മിറർ റിഫ്ലക്ഷനായിട്ട് ഭയങ്കര ക്ലോസ്ലി അപ്രോച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമ്മളൊരു മിറർ വെക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ട് പോകുന്ന ആൾ മിററിൽ റൈറ്റ് ഹാൻഡഡ് ആയിട്ടും കാണിക്കും, റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾ മിററിൽ ലെഫ്റ്റ് ഹാൻഡഡും കാണിക്കും. അങ്ങനെയാണ് നമ്മൾ പാർട്ടിക്കിളിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ന്യൂട്രിനോ ആണോ ആൻറ്റി ന്യൂട്രിനോ ആണോ എന്ന് നോക്കാൻ നമ്മൾ ആ റിയാക്ഷനിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു മിറർ റിഫ്ലക്ഷൻ കൊടുക്കും. അങ്ങനെ മിറർ റിഫ്ലക്ഷൻ കൊടുക്കുന്ന വഴി ഫിസിക്കലി എങ്ങനെയാണ് ഈ പാർട്ടിക്കിളിനെ ഡിറ്റക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റൂള് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവനെ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും.
ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മിയോൺസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 മിയോൺസ് ഉണ്ട്, മ്യൂ പ്ലസ്സും ഉണ്ട്, മ്യൂ മൈനസും ഉണ്ട്. അപ്പോൾ ഇവരെവിടുന്നാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പഠിക്കാനുള്ള ബോസോൺസ് ഉണ്ടല്ലോ, ഫെർമിയോൺസ് കഴിഞ്ഞ് പഠിക്കാനുള്ള ബോസോൺസ്. ഈ ബോസോൺസിൽ വരുന്ന 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് മാസ്ലെസ് ബോസോൺസും ഒന്ന് മീസോൺസും. ആ മീസോൺസിലാണ് പയോൺസ് പറയുന്ന 3 പേര് വരുന്നത്. ഈ പയോൺസ് എന്നാണ് നമ്മുടെ മിയോൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. പയോൺസിൽ 3 ആൾക്കാരാണ്. നമ്മൾ പറഞ്ഞു പൈ പ്ലസ്, പൈ മൈനസ് ഓർ ന്യൂട്രൽ. അപ്പോൾ സാധാ നമ്മുടെ പൈ എഴുതുന്ന പോലെ തന്നെയാണ്. അതിൽ പൈ പ്ലസും പൈ മൈനസ് എന്ന് പറയുന്നതും അൺസ്റ്റേബിളാണ്. സോ ഇവർക്ക് ലൈഫ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. 2.6 × 10⁻⁸ സെക്കൻഡാണ് പൈ പ്ലസ് ഓർ മൈനസിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. പൈ സീറോൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 8.7 × 10⁻17 സെക്കൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ഡീക്കേ ചെയ്യും. അങ്ങനെയാണെങ്കിൽ പൈ പ്ലസ് ഡീക്കേ ചെയ്യുന്നത് പൈ പ്ലസ് ഡീക്കേസ് ഇൻറ്റു മ്യൂ പ്ലസ് ആൻഡ് ന്യൂട്രിനോ. അതായത് നമ്മൾ മ്യൂൺ ന്യൂട്രിനോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലെപ്റ്റോൺസ് പഠിച്ചപ്പോൾ മ്യൂൺ ന്യൂട്രിനോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് മ്യൂ ആണെങ്കിൽ ന്യൂ വരും. ഇനി അതേപോലെ തന്നെ പൈ മൈനസ് ഡീക്കേ ആവുകയാണെങ്കിൽ പൈ മൈനസ് ഡീക്കേ ടു മ്യൂ മൈനസ്, അതേപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആൻറ്റി ന്യൂട്രിനോ ആണ് വരിക. സോ കറസ്പോണ്ടിംഗ്ലി ആ പൈ മൈനസിൽ നിന്നും നമുക്ക് മ്യൂ മൈനസ് കിട്ടി. ഇനി ഇവിടെ ഉണ്ടായിട്ടുള്ള മ്യൂ പ്ലസും മ്യൂ മൈനസും അവർക്കും ലൈഫ് ടൈം വളരെ കുറവാണ്. അപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ഡീക്കേ ചെയ്തിട്ട് പോസിട്രോണും ഇലക്ട്രോൺ ന്യൂട്രിനോ, നമ്മൾ ന്യൂ ഇ എന്ന് എഴുതുമ്പോൾ താഴെയുള്ള ലെറ്റർ ഏതാണോ അത് വെച്ചിട്ട് വേണം ഇലക്ട്രോൺ ന്യൂട്രിനോ എന്ന് വായിക്കാൻ. അതേപോലെ നെക്സ്റ്റ് ന്യൂ ബാർ മ്യൂ ആണ്. അപ്പോൾ നമ്മൾ ബാർ ഉണ്ടെങ്കിൽ അത് ആൻറ്റി ന്യൂട്രിനോ ആണ്. സോ നമ്മളതിനെ വായിക്കുമ്പോൾ ആൻറ്റി മിയോൺ ന്യൂട്രിനോ എന്ന് വായിക്കണം. കറസ്പോണ്ടിംഗ്ലി അതേപോലെ തന്നെ മ്യൂ മൈനസ് ഡീക്കേ ചെയ്യുമ്പോൾ നമുക്ക് അതേപോലെ കറസ്പോണ്ടിങ് റിയാക്ഷൻസ് കിട്ടും. ഓക്കെ, ഇനിയുള്ളത് ന്യൂട്രൽ പയോണാണ്. ഈ ന്യൂട്രൽ പയോൺ എന്താവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചുമ്മാ 2 ഗാമ റേസ് ആയിട്ട് ഡീക്കേ ചെയ്യും. ആ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കണം. ഓക്കെ, പിന്നെ ടോണിൻ്റെ കാര്യമാണ്. ടോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളാണ് പിന്നെ നെക്സ്റ്റ് ലെപ്റ്റോൺസിൽ വരുന്നത്. ഈ ടോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. മാസ് എന്ന് പറയുന്നത് 3500 MeV ആണ്. പിന്നെ അതേപോലെ തന്നെ അവരുടെ ലൈഫ് ടൈമും കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഇലക്ട്രോൺസ്, മയോൺസ്, പയോൺസ് ഒക്കെ ആയിട്ട് ഡീക്കേ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് റെസൊണൻസ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റെസൊണൻസ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ റെസൊണൻസ് സ്റ്റേറ്റ് പഠിക്കും, റെസൊണൻറ്റ് പാർട്ടിക്കിൾ പഠിക്കും, റെസൊണൻസ് പഠിക്കും. ഇത് 3 നമ്മൾ ഈ ടോപ്പിക്കിൽ കവർ ചെയ്യും. ആദ്യം എന്താണ് റെസൊണൻസ് എന്ന് പറയുന്ന ഫിനോമിന, നമ്മൾ ഫിസിക്കൽ ലൈഫിൽ കാണുന്ന ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു സ്വിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാക്കിൽ നിന്നിട്ട് സ്വിങ്ങിനെ ജസ്റ്റ് പുഷ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനൊരു റിതം ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ ആ സ്വിങ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ജനറലി ഒരു പുഷ് കൊടുക്കും. അപ്പോൾ അത് അതേപോലെ ഫോർവേഡ് പോകും, പിന്നെ അത് തിരിച്ചു വരും, പിന്നെ നമ്മൾ വീണ്ടും ഒരു പുഷ് കൊടുക്കും, അപ്പോൾ അത് വീണ്ടും ഫ്രണ്ടിലോട്ട് പോകും. അങ്ങനെ ആ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ നിങ്ങൾക്ക് ഒരു റിതമിക്കായിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ സ്വിങ് ഈസ് ഇൻ റെസൊണൻസ് എന്ന് പറയും. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, നിങ്ങൾക്ക് ഫിസിക്കലി ഉള്ളൊരു എക്സാമ്പിൾ റെസൊണൻസ് മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ ഫിസിക്സിൽ ഇത് നമ്മൾ എന്തിനാണ് പഠിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിളിൻ്റെ ഇൻട്രാക്ഷൻ്റെ കേസിലാണ് റെസൊണൻസ് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹൈ എനർജറ്റിക് ബീം വേണം, അതേപോലെ തന്നെ ഒരു ടാർജറ്റും വേണം. ഓക്കെ, ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസിഡൻറ്റ് ബീം ഉണ്ടല്ലോ, കുറച്ച് ഹൈ എനർജിക് ആയിട്ടുള്ള ബീമിന്, അത് നമ്മൾ ഹൈ എനർജറ്റിക് ബീം ഉണ്ടാക്കുന്നത് പാർട്ടിക്കിൾ ആക്സലറേറ്ററിൽ നിന്നാണ്. അങ്ങനെ ഇത് നമ്മളൊരു ടാർജറ്റിൽ ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കും. ഈ ടാർജറ്റിൻ്റെ ബാക്കിൽ നമ്മളൊരു ന്യൂട്രോൺ ഡിറ്റക്ടർ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിവിടെ ന്യൂട്രോൺ റെസൊണൻസ് ആണ് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബീമിൽ നിന്നും ഈ ടാർജറ്റിൻ്റെ മേലെ എത്ര ന്യൂട്രോൺ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ന്യൂട്രോണിനെ ഈ ടാർജറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതാണ് അവിടുത്തെ ഒരു റെസൊണൻസ് ഫിനോമിനയായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു മാറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു മോണോ എനർജറ്റിക് ബീമിനെ റിയാക്ടറിൽ നിന്ന് നമ്മുടെ ടാർജറ്റ് ന്യൂക്ലിയയിൽ ഹിറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഹിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ ടാർജറ്റ് വെച്ചിട്ടും ടാർജറ്റ് വെക്കാണ്ടും ബാക്കിൽ ന്യൂട്രോൺ ഡിറ്റക്ടർ ഉണ്ടല്ലോ, ആ ന്യൂട്രോൺ ഡിറ്റക്ടറിൽ എത്രത്തോളം ന്യൂട്രോണിൻ്റെ കൗണ്ട് ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള ന്യൂട്രോണിൻ്റെ എനർജി മാറ്റിയിട്ടും അതേപോലെ തന്നെ ടാർജറ്റിൻ്റെ ക്രോസ് സെക്ഷൻ മാറ്റിയിട്ടും നമ്മൾ നോക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഗ്രാഫാണ്
അപ്പോൾ ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും E0 എന്ന് പറയുന്ന ഒരു എനർജി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രോണിൻ്റെ എനർജി എപ്പോഴാണോ E0 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിൽ എത്തുന്നത് അപ്പോഴാണ് അവിടെ മാക്സിമം അബ്സോർപ്ഷൻ നടക്കുക. അതായത് അതുകൊണ്ടാണ് അതിന് റെസൊണൻസ് എന്ന് പറയാനുള്ള ഒരു ഫിനോമിന വരാൻ കാരണം. മാക്സിമം അല്ലെങ്കിൽ ഒരു സ്വിങ് മോഡിലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതിപ്പോൾ രണ്ട് ഭാഗത്തും നിങ്ങൾക്ക് ഗ്രാഫിനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സ്ലൈറ്റ്ലി ഇൻക്രീസിങ് പിന്നെ സ്ലൈറ്റ്ലി ഡിക്രീസിങ് ആണ്. പക്ഷേ ആ ഒരു പീക്ക് എത്തുമ്പോഴാണ് അവിടെ കറക്റ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ക്രോസ് സെക്ഷൻ ടാർജറ്റ് ന്യൂക്ലിയറിനെ നമ്മൾ നോട്ട് ചെയ്യും. അതേപോലെ തന്നെ ന്യൂട്രോണിൻ്റെ എനർജി നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇത് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1950s ഫെർമിയാണ് ആദ്യമായിട്ട് പയോണും പ്രോട്ടോണും കൊണ്ട് ഹിറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ പയോൺ പ്രോട്ടോണിൻ്റെ മേലെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ബൗണ്ട് സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതാണ്. ബോർ ആറ്റം പോലൊക്കെ ഒരു ബൗണ്ട് സ്റ്റേറ്റ് ഫോം ചെയ്യും. എന്നിട്ട് ഈ ബൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കുമല്ലോ ഉണ്ടാവുക. പക്ഷേ അവിടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് പാർട്ടിക്കിൾ വീണ്ടും നോർമൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരും. ആ സമയത്ത് കുറച്ച് പാർട്ടിക്കിൾസ് സ്ട്രോങ് ഇൻട്രാക്ഷൻ വഴി കുറച്ച് പാർട്ടിക്കിൾസിനെ ഡീകേ ചെയ്യും. അപ്പോൾ ആ ഒരു ബൗണ്ട് സ്റ്റേറ്റിനെയാണ് നമ്മൾ റെസൊണൻസ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് ഡീകേ ചെയ്ത് പോണ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ റെസൊണൻറ്റ് ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റിന് നമ്മൾ പിന്നീട് നമ്മൾ അതിന് ഒരു കറക്റ്റ് മാസ് ഉണ്ട്, സ്പിന്നുണ്ട്, മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഈ റെസൊണൻറ്റ് സ്റ്റേറ്റിനെ തന്നെയാണ് നമ്മൾ റെസൊണൻറ്റ് പാർട്ടിക്കിൾസ് എന്നും വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് റെസൊണൻറ്റ് പാർട്ടിക്കിൾസിനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ് റെസൊണൻറ്റ് സ്റ്റേറ്റ്, അവർക്ക് മാസ്, സ്പിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. റെസൊണൻറ്റ് സ്റ്റേറ്റും പാർട്ടിക്കിളും പറയണം, റെസൊണൻസ് എന്താണെന്ന് പറയണം. മെയിൻലി നമ്മൾ ന്യൂട്രിനോ റെസൊണൻസ് ആണ് നമ്മൾ പറയുക. കാരണം നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സിൽ പാർട്ടിക്കിൾ ഇൻട്രാക്ഷനാണ് ഇതിലാണ് റെസൊണൻസ് ഒക്കർ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് 2-3 എക്സാമ്പിളുകളാണ് പഠിക്കാനുള്ളത്. ഒരു പ്രോട്ടോൺ പയോണിൻ്റെ മേലെ ബോംബാർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ പ്ലസ് പ്ലസ് പി ഈക്വൽ ടു ഡെൽ പ്ലസ് പ്ലസ്, അതേപോലെ പൈ മൈനസ് പ്ലസ് പ്രോട്ടോൺ ഡെൽ 0, ഇങ്ങനെ റെസൊണൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവുന്ന എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ പ്രോട്ടോൺ കയോണായിട്ട് ബോംബാർഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു റെസൊണൻറ്റ് പാർട്ടിക്കിൾ ഉണ്ടാവും. ആ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന റെസൊണൻറ്റ് പാർട്ടിക്കിളിൻ്റെ ലൈഫ് ടൈം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ വേറെ റെസൊണൻറ്റ് പാർട്ടിക്കിൾ ഉണ്ട്, അത് റോ മീസോൺ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷനും നിർബന്ധമാണ്, അതും നിങ്ങൾ പഠിക്കണം. സോ റെസൊണൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. റെസൊണൻസ് അതേപോലെ എല്ലാ റെസൊണൻറ്റ് സ്റ്റേറ്റ്, റെസൊണൻറ്റ് പാർട്ടിക്കിൾ എന്താണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ എക്സാമ്പിളുകളും കൂടെ വേണം. ഈ 3 എക്സാമ്പിളുകളും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. കാരണം കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 എക്സാമ്പിളുകൾ, അതായത് 3 തരം റെസൊണൻറ്റ് പാർട്ടിക്കിൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴാണ് റെസൊണൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പോയിന്റുകളും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് വീണ്ടും ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഫെർമിയോൺസിലെ ലെപ്റ്റോൺസ് നമ്മൾ കവർ ചെയ്തു. ഫെർമിയോൺ സ്പിന്ന് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് ലെപ്റ്റോൺസ് പിന്നെ വരുന്നത് ബാരിയോൺസ് ആണ്. ബാരിയോൺസിനെ വീണ്ടും 2 ക്ലാസിഫിക്കേഷനായി ചെയ്തിട്ടുണ്ട്, ന്യൂക്ലിയോൺസും ഹൈപ്പറോൺസും. ന്യൂക്ലിയോൺസിൽ വരുന്നത് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും തന്നെയാണ്. പിന്നെ ഹൈപ്പറോൺസിൽ ഫസ്റ്റ് വൺ വരുന്നത് ലാംഡ ഹൈപ്പറോൺസ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിഗ്മ ഹൈപ്പറോൺസ്. സിഗ്മക്ക് 3 മെമ്പേഴ്സ് ഉണ്ട് സിഗ്മയുടെ ഫാമിലിയിൽ, സിഗ്മ പ്ലസ്, സിഗ്മ മൈനസ്, സിഗ്മ 0. ദെൻ അടുത്തത് വരുന്നത് കാസ്കേഡ് ഹൈപ്പറോൺസ് ആണ്. കാസ്കേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വരക്കാൻ എളുപ്പത്തിൽ 3 ഈക്വൽ ടു ലൈൻ ഇട്ട് വരച്ചാലും അത് കറക്റ്റാണ് കേട്ടോ. കാസ്കേഡ് ഹൈപ്പറോൺസ് മൈനസും വരുന്നുണ്ട്, അതേപോലെ 0യും വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒമേഗ മൈനസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞാലാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ നമ്പേഴ്സൊക്കെ പഠിക്കുമ്പോൾ ഇത് ഏത് ഫാമിലിയിലാണ് വരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കും. അപ്പോൾ തീരെ പഠിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ ഈ ഒരു പിക്ചർ മാത്രമെങ്കിലും പഠിച്ചു വെക്കുക. ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 40% മാർക്ക് സ്കോർ ചെയ്യാം.
ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും അറിയാൻ പാടില്ലെങ്കിലും ഈ ഒരു കാര്യങ്ങളെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് ബോസോൺസ് ആണ്. ബോസോൺസിൻ്റെ സ്പിന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഹാഫ് ഇൻറ്റഗ്രൽ അല്ല, ഇൻറ്റഗ്രൽ സ്പിന്നാണുള്ളത്. പിന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് മാസ്ലെസ് ബോസോൺസും മീസോൺസും ഉണ്ട്. അതിൻ്റെ അകത്ത് മാസ്ലെസ് ബോസോൺസിലാണ് ഫോട്ടോൺ വരുന്നത്. ഫോട്ടോണിൻ്റെ സ്പിന്ന് 1ഉം ഗ്രാവിറ്റോണിൻ്റെ സ്പിന്ന് 2 ആണ്. പിന്നെ മീസോൺസിൽ വരുന്നത് സ്പിന്ന് 0 ആണ്. അതിൽ വരുന്നത് 3 മെമ്പേഴ്സാണുള്ളത്, പൈ, കെ, എൻ, ഈറ്റ 0. ഓക്കെ, സോ നമ്മുടെ പയോൺസിൽ 3 മെമ്പേഴ്സ് വരുന്നുണ്ട്, പൈ പ്ലസ്, പൈ 0, പൈ മൈനസ്. അത് നമ്മൾ നേരത്തെ ഡീൽ ചെയ്തു. പിന്നെ വരുന്നത് കയോൺസ് ആണ്. കയോൺസിൽ 2 ആൾക്കാരാണുള്ളത്, കെ പ്ലസ് ആൻഡ് കെ 0. പിന്നെ വരുന്നത് ഈറ്റ. ഈറ്റയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, ഈറ്റ 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. അതിൽ ഫെർമിയോൺസ്, ബോസോൺസ്, ലെപ്റ്റോൺസ്, പാരിയോൺസ്, ന്യൂക്ലിയോൺ, ഹൈപ്പറോൺസ്, ദെൻ മാസ്ലെസ് ബോസോൺസിൽ ഫോട്ടോൺ, ഗ്രാവിറ്റോൺ, മീസോൺസിൽ പയോൺസ്, കയോൺസ് ആൻഡ് ഈറ്റ. അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻ പഠിച്ചാലാണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഇത് പഠിച്ചിട്ട് ബൈ ഹാർട്ട് പഠിച്ച് വെക്കാം കേട്ടോ. ഓക്കെ.